നമുക്ക് ഒരാൾ കവിയാണ്, അല്ലെങ്കിൽ ഒരാൾ കഥാകൃത്താണ്, അല്ലെങ്കിൽ അയാൾ നോവലിസ്റ്റ് ആണ് എന്ന് പറയുന്നതിനേക്കാളും അയാൾക്ക് എല്ലാം വഴങ്ങും എന്നല്ലേ പറയണ്ടേ? ശരിക്കും കുറേ പുസ്തകങ്ങൾ എഴുതി എന്നുള്ളത് എനിക്കറിയാവോ, നമ്പേഴ്സ് എനിക്കിപ്പോഴും അറിയില്ല. അത് എനിക്കും അറിയില്ല. ഒരുവിധം കണക്ക് കൂട്ടി നോക്കുമ്പോൾ 97ാമത്തെ ബുക്കിലാണ് ഇപ്പോൾ ഉള്ളത്. 97. ഓ ഗ്രേറ്റ്. ഇത് ഞാൻ 10 വയസ്സിലാണ് എൻ്റെ അങ്കിളുടെ ഫ്രണ്ടായ ഹരി, വർക്കലയിലുള്ള ഹരി, അദ്ദേഹം എന്നെ കൊണ്ടുപോകുന്നത് ഒരു വലിയൊരു ബ്രൗൺ ബിൽഡിങ്ങിൽ, ഒരാളുടെ വീടാണ്. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പം അതിൽ മുഴുവൻ പുസ്തകങ്ങൾ. അദ്ദേഹം ഒരു വയസ്സായ ഒരു മനുഷ്യൻ. അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ച്, ആ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹം യതിയാണെന്നോ ഞാനിരിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് വേദാന്തയിലാണെന്നോ ഒന്നും അറിയില്ല. കാരണം 10 വയസ്സായ കുട്ടി യതിയുടെ അടുത്ത് പോയിട്ടുണ്ട്. ഓ, അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം എഴുതിയത് 140 പുസ്തകങ്ങളാണ്. അത് പോസിബിളാണ് ഒരാൾക്ക്. 140 പുസ്തകങ്ങൾ വളരെ പോസിബിളാണ്. അപ്പം ഞാൻ ഈ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുള്ളത്, ഒരു ദിവസം 15 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. ഈ 15 മിനിറ്റിൽ നിങ്ങൾ ഒരു പേജ് എഴുതുക. എല്ലാ ദിവസവും അങ്ങനെ ചെയ്താൽ 365 പേജ് ഒരു വർഷം എഴുതാം. എഡിറ്റ് ചെയ്ത് 5 പേജ് കളഞ്ഞാലും കുഴപ്പമില്ല, 10 പേജ് കളഞ്ഞാലും കുഴപ്പമില്ല. യു വുഡ് ഹാവ് മിനിമം 4 ബുക്സ് എ ഇയർ. 15 മിനിറ്റ് ഉണ്ടെങ്കിൽ 4 പുസ്തകങ്ങൾ. കാരണം 90 പേജാണ് ഒരു ബുക്ക്. 24 പേജ് ബുക്ക്ലെറ്റ് കഴിഞ്ഞാൽ പിന്നെ 90 പേജാണ് ഒരു ബുക്കായിട്ട് വരുന്നത്. അപ്പോൾ ഈ ആസ് പെർ ഇൻ്റർനാഷണൽ റൂൾസ് നമുക്ക് പാംഫ്ലെറ്റ് ആവാം, അല്ലെങ്കിൽ ഇതാവാം, ബുക്ക്ലെറ്റ് ആവാം. അത് കഴിഞ്ഞാൽ പിന്നെ ബുക്കാണ്. ഈ ബുക്ക് എന്ന് പറയുന്നത് 90 പേജ് ഉണ്ടാവും. 90 പേജ് ആണെങ്കിൽ പോലും 4 പുസ്തകം ഒരാൾക്ക് എഴുതാൻ 15 മിനിറ്റ് മതി. എൻ്റെ കയ്യിൽ അതിനേക്കാളും കൂടുതൽ സമയമുണ്ട്. ഓ, അതാണ്. അപ്പോൾ ഏതായാലും ഈ 100 അല്ല, അതിൽ കൂടുതൽ പുസ്തകങ്ങളിലേക്ക് എത്തും എന്നുള്ളത്. അപ്പോൾ ഈ വർഷം 100 എത്തിക്കാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നോക്കാം, 2026 100 പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം. അതിൽ ഹിന്ദി റെഗുലർ അല്ല, പക്ഷെ തമിഴ്, മലയാളം, ഇംഗ്ലീഷ് റെഗുലറായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ, കഥയും കവിതയും. സ്വെറ്റ് ബ്ലഡ് ആൻഡ് ക്വിൽ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനാണ് എനിക്ക് രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് കിട്ടിയത്, ലിറ്ററേച്ചറിനുള്ള. അപ്പോൾ ആ അവാർഡ് കിട്ടിയതെന്ന് പറഞ്ഞാൽ അതിൽ ലിറ്ററേച്ചറിൻ്റെ 7 രൂപങ്ങളാണ്. അതായത് നോവലുണ്ട്, നോവലേഴ്സ്, ഷോർട്ട് സ്റ്റോറീസ്, മൈക്രോ ടെയിൽസ്, പോംസിൽ ഒക്ടറ്റ്സ് ഉണ്ട്, ഹൈക്കു ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, എപ്പിസ്റ്റോളറി ഉണ്ട്. 7 തരത്തിൽ റെയിൻബോ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് എല്ലാം അടങ്ങുന്ന ഒരു പുസ്തകം. അപ്പോൾ കവിതകളുണ്ട്, കഥകളുണ്ട്, ചെറുകഥകളുണ്ട്, മൈക്രോ ടെയിൽസ്, നമ്മൾ പാറക്കടവ് എഴുതുന്ന പോലെ മൈക്രോ ടെയിൽസ് ഉണ്ട്, ഹൈക്കു ജാപ്പനീസ് രീതിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബുക്കിൽ വന്നിട്ട് അതിനാണ് റെക്കഗ്നേഷനായിട്ട് രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ പുസ്തകം എഴുതിയിട്ട് അപ്പം അതിലും ചോദിച്ചു, ആൾക്കാർ കവിത വായിക്കണമെങ്കിൽ കവിത വായിക്കട്ടെ, കഥ വായിക്കാൻ കഥ വായിക്കട്ടെ, എല്ലാം കൂടെ എന്തിനാ ഒരു ബുക്കിൽ? നമുക്ക് ഒരാൾ കവിയാണ്, അല്ലെങ്കിൽ ഒരാൾ കഥാകൃത്താണ്, അല്ലെങ്കിൽ അയാൾ നോവലിസ്റ്റ് ആണ് എന്ന് പറയുന്നതിനേക്കാളും അയാൾക്ക് എല്ലാം വഴങ്ങും എന്നല്ലേ പറയണ്ടേ? തീർച്ചയായിട്ടും. ഷേക്സ്പിയർ സോണറ്റ് എഴുതിയിട്ടുണ്ട്, ഡ്രാമ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ എഴുത്ത് കഥകളായിട്ടും പല രീതിയിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? തീർച്ചയായിട്ടും. അതാണ് തെളിയിച്ചത്. അത് തെളിയിക്കുകയല്ല, അതങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ആ ബുക്കിൻ്റെ പേര് സ്വെറ്റ് ബ്ലഡ് ആൻഡ് ക്വിൽ. വിയർപ്പും ചോരയും എൻ്റെ പേനയും. കാരണം ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതെൻ്റെ വിയർപ്പാണ്, എൻ്റെ രക്തത്തിൽ അലിഞ്ഞ എൻ്റെ തോട്ട്സ് ആണ്. അതെൻ്റെ തൂലികയിലൂടെ ഞാൻ എഴുതുന്നു. സ്വെറ്റ് ബ്ലഡ് ആൻഡ് ക്വിൽ. ഓക്കെ, അതിലെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വോയിസ് ഓവറിൻ്റെ ക്ലാസ്സസ് ചെയ്യുന്നുണ്ടല്ലോ, എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 6000 കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. 6000 സ്റ്റുഡൻറ്റ്? 6000-ഓളം. ബിക്കോസ് ഞാൻ ഒരു ന്യൂ സ്കൂളിൻ്റെ ഒരു ആനുവൽ മീറ്റിൻ്റെ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഏറ്റവും ധനികനായ അച്ഛൻ ഞാനാണ്. എനിക്ക് 4000-ഓളം മക്കളന്നുണ്ടായിരുന്നു, 4500-ഓളം. അപ്പോൾ ഈ ഇന്ന് 6000-ഓളം മക്കളുള്ള എനിക്ക് ശബ്ദം കൊണ്ട് എൻ്റെ മക്കളായിട്ട് പല ആൾക്കാരും പല മേഖലയിലും വർക്ക് ചെയ്യുന്നു. ചില ആൾക്കാർ സിനിമയിൽ കയറിയിട്ട് അവർ അയച്ചു തരും, ക്ലിപ്പ് അയച്ചു തരും. ഞാൻ സിനിമയിൽ കയറി ഞാൻ അവരുടെ അടുത്തെല്ലാം പറയാറുണ്ട്, നിങ്ങൾ വലിയ ആക്ടറൊക്കെ ആയിട്ട് ഞാൻ പോസ്റ്റർ കണ്ടിട്ട് ഇത് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻ്റാന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ പറയണം, ഓ നീ ചുമ്മാ നീയൊക്കെ അത്ര. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഗുരുവിന് ഏറ്റവും വലിയ സന്തോഷം. കാരണം എൻ്റെ ഗുരുക്കന്മാരിൽ ഇപ്പോൾ സുരേഷ് കുമാർ സാർ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട സാറാണ്, കിസ്കി എന്ന് പറയും. അപ്പോൾ സാർ ഇപ്പോൾ എന്നെ വിളിച്ചിട്ട്, കൃഷ്ണജി ഇന്ന സ്ഥലത്തൊരു സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ട്, ഓക്കെ സാർ എന്നെനിക്ക് പറയാൻ പറ്റുമ്പം അത് കഴിഞ്ഞിട്ട് സാർ താങ്ക് യു എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഗുരുവിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ് അദ്ദേഹം പഠിപ്പിച്ച് ഞാൻ നന്നായി എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇത് തന്നെ
പത്രത്തിൽ എന്നെ പറ്റി ഒരു ചീത്ത വാക്ക്, ഈ ആൻറ്റി സോഷ്യൽ അവരെ പോലെ ഞാൻ എന്തെങ്കിലും ചീത്തയായിട്ട് സംസാരിച്ചു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ മോശമായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വേണ്ടപ്പെട്ടവരും എല്ലാവരെയും ഞാൻ വിഷമിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തിനങ്ങനെ ചെയ്യണം? ഒരു തിരുക്കുറൾ തന്നെ പറയുന്നത്, ഇനിയ ഉളവാക ഇന്നാതെ കൂറൽ കനിയിരുപ്പ കായ് കവർന്നിട്ട്. നല്ല വാക്കുകളുള്ളപ്പോൾ ചീത്ത വാക്കുകൾ പ്രയോഗിക്കുന്നത് നല്ല പഴങ്ങളുള്ളപ്പോൾ കായ് കടിച്ച് വായിൽ കറയാക്കുന്നത് പോലെയാണ്. അപ്പോൾ തിരുവള്ളുവർ AD 2-ലൊക്കെയാണ് ഇത് എഴുതിയത്, സംഘം ടൈമിലാണ് എഴുതിയത്. പക്ഷെ അത് ഇന്നും സത്യമാണ് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഇതാണ്. ഞാൻ തമിഴ് പഠിച്ചത് ബസ്സിൽ നിന്നാണ്. ബസ്സിൻ്റെ ബോർഡും അതിൽ എഴുതിയ തിരുക്കുറളുമാണ് ഞാൻ വായിച്ച് പഠിച്ചു തുടങ്ങിയത്. ഇനി ഞാൻ ഫോമൽ തമിഴ് സ്കൂളിംഗ് ഇല്ല എനിക്ക്. അത് ശരി. അപ്പോൾ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് വരികയും നമ്മൾ പിന്നെ കൂടുതൽ ആ ഭാഷയ്ക്കുള്ള ഭംഗിയാണ്. ഇപ്പോൾ മലയാള ഭാഷയിൽ നമുക്ക് കമ്പ്യൂട്ടറിന് എന്ത് പറയും, വെബ്സൈറ്റിന് എന്ത് പറയും, നമ്മൾ വെബ്സൈറ്റ് ബസ്സിന് എന്ത് പറയും, ബസ് സ്റ്റാൻഡിന് എന്ത് പറയും, ഓഫീസിന് ഓഫീസ് എന്നാണ് പറയുന്നത് അല്ലേ? മലയാളത്തിൽ പോലും ഓഫീസ് എന്നാണ് എഴുതുന്നത്. അത് ട്രാൻസ്ലിട്രേഷൻ അല്ലേ? ഓഫീസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളം ട്രാൻസ്ലിട്രേഷൻ മാത്രമാണ്. തമിഴിൽ അലുവലകം, ബസ് സ്റ്റാൻഡിന് പേരൂന്ത് നിലയം, ബസ്സിന് പേരൂന്ത്, എക്സ്പ്രസ്സിന് വിരൈവ് പേരൂന്ത്, വെബ്സൈറ്റിന് ഇണയതളം, ഇൻ്റർനെറ്റിന് ഇണയകം, SMS-ന് കുറുഞ്ചേരി. എത്ര നല്ല വാക്കുകളുണ്ട്. എന്തിനും ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് പോലും നമുക്ക് ട്രാൻസ്ജെൻഡർ എന്ന് എഴുതാൻ പറ്റുന്നുള്ളൂ. 91-ൽ കരുണാനിധി എഴുതിയ വാക്കാണ് തിരുനങ്കൈ. തിരു എന്ന് പറഞ്ഞാൽ മെയിൽ, നങ്കൈ എന്ന് പറഞ്ഞാൽ പെണ്ണ്, ആണും പെണ്ണും ചേർന്ന് തിരുനങ്കൈ. എത്ര നല്ലൊരു ഐഡിയ ആണ്. അപ്പം മലയാള ഭാഷ എവിടെയോ നിന്ന് പോയത് തമിഴ് ഇന്നും നിന്നിട്ടില്ല. സംഘകാലം തൊട്ട് ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിൽ പിരമിഡ്സിൽ തമിഴ് കുത്തിവെച്ച ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് വർക്കേഴ്സ് പോയി തമിഴ് കുത്തി. അപ്പം അന്ന് പിരമിഡിൻ്റെ കാലത്തും തമിഴുണ്ട്, ഇന്നും തമിഴുണ്ട്. ഇനി നാളത്തേക്ക് റെഡിയായിക്കൊണ്ട് മിന്നഞ്ചൽ എന്ന് വെച്ചാൽ ഇമെയിൽ, കുറുഞ്ചെയ്തി എന്ന് പറഞ്ഞാൽ SMS, അങ്ങനെ കൈയടക്ക തൊലൈപേശി, മൊബൈൽ ഫോൺ എന്നൊക്കെ ഇവർ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കി അത് യൂസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഷയോടുള്ള റെസ്പെക്റ്റാണ്. കാരണം അത് ഇന്നും വളരുന്നുണ്ട് അത്രയും ഭംഗിയായിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് സന്തോഷം അമ്മ ചാനലുമായിട്ട് ഇത്രയും സമയം ചെലവഴിച്ചതിൽ. പ്ലഷർ. വീണ്ടും നമുക്ക് കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു.